വെൽക്കം ടു ചാനൽ 5+. $1 മില്യൺ ചോദ്യമാണ്. ഉപ്പും മുളകുമൊക്കെ പോലെ 95% മലയാളി കുടുംബങ്ങളിലും അവശ്യ വസ്തുവായി മാറിയ ടെലിവിഷൻ സീരിയലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ സർക്കാർ ധൈര്യപ്പെടുമോ? ചില സീരിയലുകൾ എൻഡോസൾഫാനെ പോലെ കൊടും വിഷത്തിന്റെ ഫലമാണ് ഉണ്ടാക്കുന്നതെന്നും അവയ്ക്ക് നിയന്ത്രണം വേണമെന്നുമുള്ള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ പ്രേംകുമാറിന്റെ നിരീക്ഷണം വന്നത് അടുത്തിടെയാണ്. നടൻ കൂടിയായ പ്രേംകുമാർ പറഞ്ഞത് നിയന്ത്രണത്തിന് പ്രേരകമാവും എന്നല്ല ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന വനിതാ കമ്മീഷൻ ഈ മേഖലയെക്കുറിച്ച് നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ നിർദ്ദേശങ്ങൾ സർക്കാർ ചെവിക്കൊള്ളുമോ എന്നതാണ് പ്രശ്നം. പരമ്പരകൾ സെൻസർ ചെയ്യണമെന്ന് വരെ കമ്മീഷന് അഭിപ്രായമുണ്ട്. പ്രേംകുമാറിന്റെ അഭിപ്രായം മലയാളി കുടുംബങ്ങളുടെ ഒരു പ്രത്യേകതരം വൈകാരികാനുഭൂതിയെ കേരള സമൂഹത്തിന്റെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വലിയ തോതിൽ ചർച്ചയായില്ലെങ്കിലും ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ അതൊരു ഉലച്ചിലുണ്ടാക്കി. അതിനോടുള്ള കേരളത്തിന്റെ സാംസ്കാരിക നേതൃത്വം എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളത് വേറൊരു കാര്യം. തണുപ്പിലായിരുന്നു അത്. പ്രഖ്യാത ബുദ്ധിജീവികൾ ആരും അതിൽ ഇടപെട്ട് കണ്ടില്ല. ശ്രീകുമാരൻ തമ്പി മാത്രമാണ് പ്രേംകുമാറിനെ അനുകൂലിച്ച ഏക സാംസ്കാരിക പ്രമുഖൻ. എങ്കിലും ആ നിലപാടിന്റെ പ്രതിധ്വനി ഗംഭീരമായിരുന്നു. കുശുമ്പ് കുന്നായ്മകൾ ആദ്യ നാടകീയതയിൽ ചാലിച്ച് യാഥാർത്ഥ്യത്തെക്കാൾ 10 മടങ്ങ് വർണ്ണപ്പകട്ടിൽ നീണ്ടങ്ങനെ പോകുന്ന ടെലി പരമ്പരകൾ ജീവിതത്തെക്കുറിച്ച് തെറ്റും വികലവുമായ ധാരണകൾ സൃഷ്ടിക്കുന്നതായാണ് ദൂരദർശൻ കാല സീരിയൽ നടനായ പ്രേംകുമാറിന്റെ മുന്നറിയിപ്പ്. വളരെ ഉത്തരവാദിത്വത്തോടു കൂടിയാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. ശരിയാണ്, മലയാളി ഗ്രഹസദസ്സുകളിലെ സന്ധ്യാവിഭവമാണ് സീരിയലുകൾ. വിചിത്രമായ ഒരു വിഭവം. അതിഭാവുകത്വവും സ്വാഭാത്മകവും മുഴത്തിനു മുഴം കുത്തിനിറച്ച് വികാര തീവ്രതയിൽ പുഴുങ്ങിയെടുക്കുന്ന ടെലി പരമ്പരകളിലെ കഥാപാത്രങ്ങൾ ഓരോ വീട്ടകത്തെയും അംഗമാണ്. അമ്മായിയമ്മ പോരിൻ്റെ പുതിയ മാനങ്ങൾ, മരുമകളോടുള്ള കടുത്ത പ്രതികാരം, സഹോദരിമാർ തമ്മിലെ പ്രതികാരവും അഭിപ്രായ ഭിന്നതയും തുടങ്ങിയ വിഷയങ്ങളാണ് എല്ലാ പരമ്പരകളും. അവ വീക്ഷിച്ചാൽ മലയാളി മഹിളകൾ നിഷ്ഠൂരരാണെന്ന് തോന്നും. പരമ്പരകളിലെ പെണ്ണുങ്ങൾ കുളിക്കാൻ പോകുമ്പോൾ പോലും പട്ടുസാരിയും ബ്ലൗസും അണിഞ്ഞ് ഫുൾ മേക്കപ്പിലായിരിക്കും. ഇതിനൊക്കെ കൂട്ടുനിൽക്കുകയോ ചെറുത്ത് നിന്ന് തോൽക്കുകയോ ചെയ്യുന്ന ആണുങ്ങളും ഒറ്റ അച്ചിൽ വാർത്തവയാണ് എല്ലാ ചാനലുകളിലെയും കഥാപാത്രങ്ങൾ. കുടിലതകളുടെയും കുന്നായ്മകളുടെയും സസ്പെൻസ് സൃഷ്ടിച്ച് എപ്പിസോഡുകളിലായി മുന്നേറുന്ന ഇവ ആസ്വദിക്കുന്നവരോട് എന്ന് തന്നെ പറയാം. അതേക്കുറിച്ച് വിശദീകരിക്കുന്നത് അധികപ്പറ്റാവും. ഒരു ഭ്രമാത്മക ലോകമാണ് ഈ പരമ്പരകൾ ആസ്വാദക മനസ്സിൽ സൃഷ്ടിക്കുന്നത്. ഈ ഡിജിറ്റൽ കിനാവ് കച്ചവടം പ്രേക്ഷക മനസ്സിൽ നിറയ്ക്കുന്ന വികാരങ്ങൾ പോസിറ്റീവ് അല്ല എന്നതാണ് ഈ പരമ്പരകളുടെ ദോഷമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അമ്മ അറിയാതെ എന്ന പരമ്പരയിൽ കൂടെ പറയുന്നത് കൊല്ലുന്നതിനെ കുറിച്ചാണ്. ഇനി ജീവിച്ചിരിക്കരുത് എന്നൊക്കെ ഉള്ള ധ്വനികൾ. കുടുംബവിളക്ക് എന്ന പരമ്പരയിൽ പുരുഷ കഥാപാത്രങ്ങൾ തരം കിട്ടുമ്പോഴൊക്കെ സ്ത്രീ കഥാപാത്രങ്ങളെ തല്ലുന്നത് പതിവാണ്. ദൈവങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇവ ആഘോഷിക്കുന്നു. അങ്ങനെ സൂക്ഷ്മമായി പറയുകയാണെങ്കിൽ പലതുണ്ട് പ്രശ്നങ്ങൾ. പൊതുവെ മലയാളി സ്ത്രീകളുടെ മനോഘടനയുമായി പൊരുത്തപ്പെടാത്ത ടെലിപരമ്പര സംസ്കാരം അതിന് ഒരു മാറ്റം വരുത്തുന്നതായാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാമായണം എന്ന മെഗാ പരമ്പരയാണല്ലോ രാജ്യത്ത് ഹിന്ദുത്വത്തിന് വേര് പിടിപ്പിച്ചത്. ഈ മനോവ്യാധിയെ കേരളത്തിൻ്റെ പൊതുസമൂഹം പക്ഷേ ഗൗരവത്തിൽ എടുത്തതായി അനുഭവപ്പെട്ടിട്ടില്ല. ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പ്രേംകുമാറിന്റെ നിരീക്ഷണവും നിലപാടും പ്രസക്തമാവുന്നത്. വനിതാ കമ്മീഷൻ പക്ഷേ നേരത്തെ തന്നെ ഈ സീരിയൽ അടിമത്വം ഗൗരവത്തോടെ കണ്ടതായി തോന്നുന്നു. 2017-22 കാലത്ത് കമ്മീഷൻ ഇതിനെക്കുറിച്ച് ഒരു സർവേയും പഠനവും നടത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിലാണ് മെഗാ സീരിയലുകൾ നിയന്ത്രിക്കണമെന്നും അവ സെൻസർ ചെയ്ത ശേഷമേ
പ്രദർശനത്തിന് അനുമതി നൽകാവൂ എന്നും ആവശ്യപ്പെടുന്നത്. വൈകാരിക മുഹൂർത്തങ്ങളുടെ വർണ്ണ ഘോഷയാത്രയായി നീണ്ടു പോകുന്ന പരമ്പരകൾ പരമാവധി 30 എപ്പിസോഡിൽ ചുരുക്കണം എന്നാണ് ഒരു പ്രധാന നിർദ്ദേശം. അതുപോലെ ഒരു ദിവസം 2 പരമ്പര മാത്രമേ എയർ ചെയ്യാവൂ എന്നും. ഉള്ളടക്കത്തിൻ്റെ കാര്യത്തിലും നിയന്ത്രണം വേണമെന്നാണ് കമ്മീഷൻ ശുപാർശ. അതിന് സെൻസർ ബോർഡ് മാതൃകയിൽ ഒരു സംവിധാനമാണ് വനിതാ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത്. താല്പര്യമുള്ളവർ മാത്രം തിയേറ്ററിലെത്തി ടിക്കറ്റ് എടുത്ത് കാണുന്ന സിനിമയുടെ ഉള്ളടക്കം സെൻസർ ചെയ്യാമെങ്കിൽ സൗജന്യമായി വീട്ടകങ്ങളിൽ എത്തുന്ന ടെലിപരമ്പരകൾ എന്തുകൊണ്ട് നിയന്ത്രിച്ചുകൂടാ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ഇതൊരു വലിയ ചോദ്യമാണ്. വിനോദം വികല മാനസികാവസ്ഥയാണ് സൃഷ്ടിക്കുന്നത് എങ്കിൽ അതിനൊരു നിയന്ത്രണം അനിവാര്യമല്ലേ എന്ന ചോദ്യം എങ്ങനെ കേരള സമൂഹം, കേരള സർക്കാർ ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വരും നാളുകളിൽ കാണാൻ ഇരിക്കുന്നത്. വീണ്ടും മറ്റൊരു വിഷയവുമായി നമുക്ക് കാണാം. നന്ദി.